أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി സൂക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ചും പുലർത്തിയും തഖ്വയോടുകൂടി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം, പരമാവധി പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഅ്മിനീങ്ങളായിട്ട് ജീവിച്ചു മരിക്കുന്ന, ഈമാനോടുകൂടി മരിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദീനിന്റെ അടിസ്ഥാനങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ. നമസ്കാരം എന്ന ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണ്, അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ടാഴ്ച ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദീനിന്റെ പഞ്ചസ്തംഭങ്ങളിലെ 5 തൂണുകളിലെ നടുവിലത്തെ തൂണ് അത് സക്കാത്താണ്. സക്കാത്ത് ഒരാളുടെ സാമ്പത്തികവുമായ അയാളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നമസ്കാരം ശാരീരികമായി ഒരാള് ചെയ്യുന്ന ഇബാദത്താണെങ്കിൽ സക്കാത്ത് സാമ്പത്തികമായിട്ട് നടത്തുന്ന ഇബാദത്താണ്. ദീനിന്റെ അനിവാര്യമായ പൂർത്തീകരണത്തിന് ഉണ്ടായിരിക്കേണ്ടുന്ന 5 കാര്യങ്ങളിലെ നടുവിലുള്ള കാര്യമാണ് സക്കാത്ത്. അത് കഴിഞ്ഞിട്ടാണ് നോമ്പ്. നമ്മളെന്നും പറയാറുണ്ടല്ലോ, നമസ്കാരം നോമ്പ് എന്നുള്ളൊരു പ്രയോഗം തന്നെ വന്നു കഴിഞ്ഞു. കാരണം സക്കാത്തിനെ നമ്മൾ അതിന്റെ ഇടയിൽ വിട്ടുകളയാണ്. സക്കാത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ധാരാളക്കണക്കിന് ആയത്തുകളും ഹദീസുകളും ഉണ്ട്. പല രൂപത്തിൽ നമ്മൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഓർക്കുന്നു, കഴിഞ്ഞ ഈ സമയത്ത് റമദാനിന് മുമ്പുള്ള സമയത്ത് 2-3 ഖുത്ബകൾ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ട് ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിന്റെ ആ ആവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം ഈ സമയത്ത് ഞാൻ നടത്താണ്. എന്തിനാന്ന് വെച്ചാൽ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല. നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പും സക്കാത്തും തമ്മിൽ ബന്ധമൊന്നുമില്ല. സക്കാത്ത് നോമ്പിന് കൊടുക്കേണ്ടുന്ന ഒരു കാര്യമല്ല. നമ്മളിൽ പലരും മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ സമൂഹം ധരിച്ചിട്ടുള്ളതുപോലെ 26 അല്ലെങ്കിൽ നോമ്പിന്റെ ഏതെങ്കിലും ദിവസങ്ങളിലോ കൊടുക്കുന്ന ഒന്നല്ലല്ലോ സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് ഒന്നതിന്റെ നിസാബാണ്, മറ്റൊന്നതിന്റെ ഹൗലാണ്. അല്ലെന്ന് വെച്ചാൽ അതിന്റെ കാലം തികയുക, കൊല്ലം തികയുക എന്നുള്ളതാണ് സാധാരണ സാമ്പത്തിക കാര്യങ്ങൾക്കൊക്കെ സക്കാത്ത്. എന്നുവെച്ചാൽ ഒരു കൊല്ലം ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് ഒരു കൊല്ലമായാൽ സക്കാത്ത് നിർബന്ധമാകുന്ന പണം ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം ഇരുന്നാലാണ് അയാൾ സക്കാത്ത്. അതിപ്പോ എല്ലാവരുടെ കയ്യിലും പണം വന്ന് റമദാനിനാണെങ്കിലേ റമദാനിൽ സക്കാത്തുള്ളൂ. ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം അയാളുടെ കച്ചവടത്തിൽ സക്കാത്ത് നിർബന്ധമാകുന്ന അളവിൽ അയാൾക്ക് അതിന് ആസ്തി ഉണ്ടെങ്കിൽ അയാള് സക്കാത്ത് കൊടുക്കണം. എല്ലാ കച്ചവടവും റമദാനിലല്ലേ തുടങ്ങാം. ഒരാളുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ എല്ലാത്തിനും. അപ്പൊ സക്കാത്ത് എപ്പോഴാണോ കൊല്ലം തികയുന്ന അപ്പോഴാണ് കൊടുക്കുക. പക്ഷേ ഇത് എന്നു മുതലോ
ഏതോ ഒരു കാലത്ത് ഏതോ ഒരു റമദാനിലെ ആളുകൾക്കൊക്കെ ബോധം വന്നതിന്റെ അടിസ്ഥാനത്തിലോ കണക്ക് സൂക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലോ തുടങ്ങിയതിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ആയിരിക്കാം റമദാനുമായിട്ട് സക്കാത്ത് ബന്ധപ്പെട്ടു പോകുന്നത്. അത് ഒരു മോശം കാര്യമാണെന്ന് ഞാൻ പറയല്ല. പക്ഷെ നമ്മളിപ്പോ അതിനെക്കുറിച്ച് പറയുന്നത് വെച്ചാൽ നോമ്പും സക്കാത്തും തമ്മിൽ ബന്ധപ്പെടുത്തി പറയണോ അല്ല. പക്ഷെ നോമ്പിന്റെ മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും നമ്മുടെ നാട്ടിലെ സക്കാത്ത് സംവിധാനങ്ങൾ നോമ്പ് കാലത്ത് കൂടുതൽ സജീവമാവുകയും ചെയ്യുന്നു എന്നതോ വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഓർമ്മപ്പെടുത്തൽ നടത്തുന്നത്. എന്താ ഓർമ്മപ്പെടുത്താണെന്നറിയാം പ്രിയപ്പെട്ടവരെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ സമ്പത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിച്ച തമ്പുരാൻ നമ്മളോട് പറഞ്ഞ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യണം. അതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ഇന്ന് അല്ലാഹു തആലാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കയ്യിൽ പലതും ഉണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊന്നും അല്ലായിരുന്നു. നമുക്ക് ഉണ്ടായത് എപ്പോഴാ? എങ്ങനെയാണ്? ആരാണ് തന്നത്? റബ്ബാണ് നമുക്ക് തന്നത്. നാട്ടിലെ 99% ആളുകൾക്കും കഞ്ഞിക്ക് വകയില്ലാതെ ജീവിച്ചൊരു കാലുണ്ട്. എവിടെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കഞ്ഞി വെച്ച് പാർന്ന് കഞ്ഞി വെച്ചിട്ട് കഞ്ഞിയും കപ്പയും വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി കിലോമീറ്ററുകൾ നടന്നുപോയി ക്യൂ നിന്ന് പാത്രത്തിൽ കഞ്ഞി മേടിച്ചു കുടിച്ച ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലെ പഴമക്കാരും ഒരുപക്ഷെ നമ്മളൊക്കെയും, അല്ലെ? അങ്ങനെ ഇരിക്കുന്ന നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. ഇതെങ്ങനെ ഉണ്ടായതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ പറയാം നമ്മുടെ പവർ കൊണ്ട് നമ്മുടെ കഴിവ് കൊണ്ട് ഒന്നുമല്ല. ഈ പവറും കഴിവും നമ്മളെക്കാൾ മുമ്പുള്ളവർക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഔദാര്യമാണ്. റബ്ബാണ് നമുക്ക് നൽകിയത്. നമ്മുടെ കയ്യിൽ ഇന്ന് എന്തുണ്ടെങ്കിലും അത് റബ്ബിന്റെ ദാനമാണ്. അവനൊരു അമാനത്തായിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏൽപ്പിച്ച നാഥൻ, അമാനത്തായിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച നാഥൻ നമ്മോട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ കൈകാര്യം ചെയ്യണം. അതാണ് ഓർമ്മപ്പെടുത്താനുള്ള കാര്യം എന്ന് പറയുന്നത്. അൽമാലു മാലുല്ലാ, സമ്പത്ത് അള്ളാന്റെതാണ്. വാതുഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും, നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന അള്ളാന്റെ മുതല്, അള്ളാന്റെ സമ്പത്ത് അത് ഇവർക്കൊക്കെ കൊടുക്കണം. ഖുർആനിൽ പറഞ്ഞിരിക്കുക വഅൻഫിഖു മിമ്മാ റസഖനാക്കും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. പടച്ചോനാ നമുക്ക് നൽകിയത്. അപ്പൊ തന്ന ഒരാൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അത് അതുപോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ അമാനത്തിൽ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ വരുന്ന വഴിക്ക് എന്റെ അടുത്തൊരാൾ ഇങ്ങനെ പറഞ്ഞു, പിന്നെ 1,00,000 റുപ്യ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഉദാഹരണത്തിനാട്ടോ, 1,00,000 റുപ്യ എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഒരു ഗിഫ്റ്റ്, ഇത് നിനക്ക് ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് തന്നാ വാങ്ങാതിരിക്കാൻ പറ്റില്ല. സദക്ക വേണ്ടാന്ന് നോക്കുക, സക്കാത്ത് വേണ്ടാന്ന് നോക്കുക, ഗിഫ്റ്റ് ഒരാൾ തന്നാ വാങ്ങണ്ടേ? അപ്പൊ ഇത് ഗിഫ്റ്റായിട്ട് നിനക്ക് തരികയാണ് 1,00,000 റുപ്യ. സന്തോഷത്തോടെ ഞാൻ വാങ്ങി. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, അതിലൊരു 97,500 നിനക്കാണ്, ഈ 2,500 നീ അപ്പുറത്തുള്ള ചുങ്കത്തുള്ള ഇന്ന ആൾക്ക് കൊടുക്കണം, അത് അയാൾക്കാണ് എന്ന് പറഞ്ഞാൽ ഞാനത് വാങ്ങിപ്പോന്നിട്ട് ആ 97,500 ഞാനെടുത്ത് പ്ലസ് ആ 2,500 കൂടി ഞാൻ എടുത്താൽ ഞാൻ ആരാ? ഞാൻ എന്താ? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇത് മുഴുവൻ നിനക്കാ, ഇതിന്റെ മുക്കാലം ഉണ്ടാകണേയും നിനക്കാ. ഇതിന്റെ ഒരു 2.5% സാധാരണഗതിയിൽ അത് ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫത്ത് ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബ്നി സബീലി ഫരീളത്തും മിനല്ലാഹ്. അല്ലാഹ് ഫർലാക്കി വെച്ചിരിക്കുക. അത് ഫഖീറിന്, മിസ്കീന്, കടബാധിതർക്ക്, അടിമകളെ മോചിപ്പിക്കാൻ, യാത്രക്കാർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗം ആളുകളെ വെച്ചിരിക്കുക. ഇതിൽ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് ഇത്രയും ഭാഗം അവർക്കുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളത്. അപ്പൊ അത് കൊടുക്കാതിരിക്കാൻ ഒരു ന്യായമല്ല. അത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ ദീനിൽ നമ്മളില്ല. വൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സകാത വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. സകാത്തിനെ നിഷേധിക്കുന്ന മുശ്രിക്കുകൾ, സകാത്ത് കൊടുക്കാത്ത മുശ്രിക്കുകൾ, അവർക്ക് പരലോകത്തിലും വിശ്വാസമല്ല. പരലോകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കൊടുക്കും. കാരണം എന്താ പറയുക, ഇത് ഇന്ന് നാളെ അങ്ങോട്ടാക്കിയിട്ട് ഇത് തീർന്നു പോകും. പിന്നെ നാളെ ഇതിന്റെ ഒക്കെ ഹിസാബ് അവിടെ പറയണം. ഈ പേടി ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇതെങ്ങനെ അവൻ അന്യന്റെ ഹക്ക് പിടിച്ചു വെക്കും? അന്യന്റെ ഹക്ക് പിടിച്ചു വെക്കും. ഇത് പാവങ്ങളെ ഹക്കാണ്, നമ്മുടേതല്ല. നമ്മുടെ ഹക്കല്ല, നമ്മുടെ സത്തല്ല, നമ്മുടെ സമ്പത്തല്ല, പാവങ്ങളെ ഹക്ക, പാവപ്പെട്ടവന്റെ ഹക്ക്. സാധാരണ ഒരു മനുഷ്യന്റെ ഹക്ക് തന്നെ നമ്മൾ എടുക്കുന്നത്, തിന്നുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുണ്ടോ? അതൊരു പാവപ്പെട്ടവന്റെ ഹക്കാണെങ്കിലോ
ഒരു ഫക്കീറിന്റെ, ഒരു മിസ്കീനിന്റെ, ഒരു അഗതിയുടെ, ഒരു രോഗി, ഒരു അനാഥന്റെ, ഒരു ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു മനുഷ്യന്റെ ഹക്ക് നമ്മൾ കയ്യിൽ വെച്ച് നമ്മളത് തിന്നുകയാണ് എങ്കിൽ എത്ര ഗുരുതരമാണത്, അല്ലേ? അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ടുള്ള സംഗതി. അന്യന്റെ ഹക്ക് നമ്മൾ അന്യന്റെ ഹക്ക് നമ്മൾ തിന്നാൽ എന്താണെന്നറിയോ? നമ്മൾ ദീനിൽ ഉണ്ടാവില്ല. വൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്കാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. പരലോകത്തെ ഇവർ നിഷേധിക്കുന്നുണ്ട് പ്രയോഗത്തിൽ. തത്വത്തിൽ പരലോക വിശ്വാസിയാണ്, ഭയങ്കര നിസ്കാരാണ്, ഭയങ്കര നോൻപാണ്. നിസ്കരിക്കാനും നോമ്പിനും വലിയ ചെലവില്ല. സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്തൊക്കെ ന്യായങ്ങളാണ്, അല്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക, അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ് സ്വലാത്ത വആതൗസ് സക്കാത്ത വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ. സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുത്താൽ അവരെന്ത് ചെയ്യുന്നറിയോ? നമസ്കാരം നിലനിർത്തും. വആതൗസ് സക്കാ, അവർ സക്കാത്ത് കൊടുക്കും. വഅമറൂ ബിൽ മഅറൂഫി വനഹൂ അനിൽ മുൻകർ, പിന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയൊക്കെ ചെയ്യുന്ന സാമൂഹ്യ ബാധ്യതകളൊക്കെ അവർ നിർവഹിക്കും കേട്ടോ. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളുടെയൊക്കെ പരിണതി പര്യവസാനം അള്ളാഹുവിന്റെ അടുത്താണ്, അള്ളാഹുവിന്റെ ഉള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയാ. എന്താ പറഞ്ഞത്? അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ് അഖാമുസ് സ്വലാത്ത വആതൗസ് സക്കാത്ത്. നമസ്കാരം മാത്രമല്ല, സക്കാത്തും കൂടി കൊടുക്കുന്നവരാണ്. അപ്പൊ ഈ വിഷയത്തിൽ നല്ല ശ്രദ്ധ നമുക്കുണ്ടാകണം. കൃത്യമായിട്ട് കണക്ക് നോക്കിക്കോളി. കണക്ക് നോക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വെച്ചോളി, അക്കൗണ്ടന്റിനെ വെച്ചോളി. നന്നായിട്ട് നോക്കിക്കളി. ₹1 ഇങ്ങോട്ട് പാവപ്പെട്ടവൻ്റെത് പറ്റണ്ട. അന്യന്റെ ഹക്ക് ഒന്നിൽ നമ്മളിലേക്ക് പറ്റണ്ട. എന്താ കാര്യം എന്നറിയോ? അത് തിന്നു കഴിഞ്ഞാൽ നമ്മൾ ഹറാമ് തിന്നാം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാനല്ല, ഹദീസിലൊക്കെ ഉള്ള എപ്പോഴും നമ്മൾ കേൾക്കുന്നതാ. അതായത് ഹറാം ഒരു മനുഷ്യൻ തിന്നിട്ട് അതിൽ നിന്ന് അവന്റെ ശരീരത്തിൽ രക്തം ഉണ്ടായിട്ടേ ആ രക്തം ഓടുന്ന ശരീരം പടച്ച റബ്ബിന്റെ അടുത്ത് കൈമലർത്തിയാൽ ഉത്തരം കിട്ടൂല. അള്ളാഹിനോട് പ്രാർത്ഥിക്കാറേ. അള്ളാഹിന്റെ അടുത്ത് ചിലപ്പോ അല്ലാത്ത വേറൊരു അഭയമില്ലാതെ വരും നമുക്ക്. പടച്ചവൻ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ വരെ അവൻ തിന്നത് ഹലാലായിരിക്കണം. സക്കാത്ത് കൊടുക്കാതെ അതും കൂടി കൂട്ടിക്കലർത്തി അതും കൂടെ ഒക്കെ, അല്ലേ? എന്തിനാണിത്? ഒന്നത്. രണ്ടാമത്തെ സംഗതിയില്ലേ, ഇതൊക്കെ വിട്ടേച്ച് കൊണ്ട് പോകും. ഈ മുതലൊക്കെ കൂടി നമ്മൾ കൊണ്ടുപോകില്ല. കുറേ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിങ്ങനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇന്ന് ഇവിടെ തോട്ടത്തില്, നാളെ അവിടെ തോട്ടത്തില്, മറ്റൊന്ന് അവിടെ തോട്ടത്തില്, ഇവിടെയാണ്, ഇവിടെയാണ്. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വിട്ട് നാളെ മറ്റന്നാളെ 4 നാളെ തികയില്ല. അത് വിട്ടേച്ചു പോകും. ഇത് വിട്ടേറ്റ് പോയാൽ ഇതിന്റെ അവകാശികൾ പിന്നെ വേറെയാണ്. ആ അവകാശികളില്ലേ, നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ചെയ്തവരുണ്ടാവും, ചെയ്യുന്നവരുണ്ടാവൂലേ. മക്കൾക്ക് ഞാൻ എപ്പോഴും പറഞ്ഞു, വേറൊരു ഉദാഹരണം ഉണ്ടല്ലേ, വാപ്പ എഴുതി വെച്ച സംഭാവന കൊടുക്കാൻ തയ്യാറാകാത്ത മക്കളുള്ള കാല. വാപ്പ വലിയ കോടീശ്വരൻ, വലിയ ടൗണിൽ വലിയ സ്ഥലങ്ങളും ബിൽഡിങ്ങുകളും ഒക്കെ കോടിക്കണക്കിന് സ്വത്തിന്റെ ആസ്തിയുള്ള വാപ്പ മരിക്കുന്നതിന് മുമ്പ് പള്ളിയിലേക്ക് കുറച്ച് വലിയൊരു തുക സംഭാവന എഴുതി. വാപ്പാന്റെ മരണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കമ്മിറ്റിക്കാർ വെച്ച് വാപ്പ എങ്ങനെ സംഭാവന, വാപ്പാക്ക് സുഖം ഉണ്ടായില്ല, മാനസിക പ്രശ്നമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ അത് തരാൻ പറ്റില്ല. ആ കോടിക്കണക്കിന് ഒക്കെ സ്വത്ത് എടുക്കുമ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിൽ അവകാശികൾ കടബാധ്യത ഉണ്ട്, അത് വീട്ടിയിട്ട് ബാക്കിയുള്ളത് ഓരിയേക്കാൻ പാടുള്ളൂ എന്നാ പണ്ഡിതന്മാര് പറഞ്ഞു. സക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ സക്കാത്തും കൂടി മാറ്റി വെച്ചിട്ട്, കൊടുക്കാതെ വെച്ച സക്കാത്ത് കുടിശ്ശികുണ്ടെങ്കിൽ അതും കൂടി മാറ്റി വെച്ചിട്ടേ ബാക്കിയുള്ള സ്വത്ത് ഓരിയേക്കാവും. മരിച്ചിട്ട് പിന്നെ സ്വത്തിനു വേണ്ടി തല്ലുകൂടുന്ന മക്കളെ അവര് നമ്മളെ സക്കാത്ത് കൊടുക്കുവോ? അവര് നമ്മളെ കടം വീട്ടുവോ? അവര് നമ്മളെ ബാധ്യത നിർവഹിക്കുവോ? എന്തിനാണ് ഈ ബാധ്യതകളൊക്കെ വിട്ടേച്ചു പോകുന്നത്? എന്തിനാണ് ഇങ്ങനെ ഈ സ്വയം നരകമേറ്റുവാങ്ങുന്നത്? എന്തിനാ? അതുകൊണ്ട് കൊടുക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുത്തോളൂ. ഇതൊക്കെ കൊടുത്ത് വൃത്തിയാക്കിയിട്ട് എല്ലാം ഭംഗിയാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി മക്കൾക്ക്. ബാക്കി ഉണ്ടെങ്കിൽ കൊച്ചാൽ മതി അനന്തരാവകാശികൾക്ക്. അന്യന്റെ ഹക്കൊക്കെ കൂടി പിടിച്ച് കെട്ടിപ്പൊട്ടി വെച്ചിട്ട് മക്കൾക്കും തലമുറകൾക്കും വെച്ചിട്ട് ദുനിയാവിൽ നിന്ന് നമ്മൾ പോവണ്ട. അതാണ് ഏറ്റവും പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ള കാര്യം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്താൽ പോവില്ല. കൊടുത്താൽ പോകും നമ്മളെ തോന്നൽ മാത്രമാണ്. കൊടുത്താൽ പോവില്ല. അള്ളാഹ് അങ്ങനെ തരും. മാമി യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീ ഇല്ലാ മലക്കാനി യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ വയഖൂലു അൽ-ആഖറു അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ. ഓരോ ദിവസവും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, മുത്തഫഖുൻ അലൈഹി ഹദീസ് ഉണ്ടോ. 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് 2 പേർക്കും ഓരോ പ്രാർത്ഥന ഉണ്ട്. ഒരു മലക്കിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, പടച്ചോനെ ചെലവഴിക്കുന്നവന് നീ ഇരട്ടി 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 കൊടുക്കണേന്ന്. കൊടുക്കുന്നവന് ഏറ്റി കൊടുക്കണം. അള്ളാന്റെ മാർഗം ഹക്ക് കൊടുക്കുന്നവനും ധർമ്മം കൊടുക്കുന്നവനും ദാനം കൊടുക്കുന്നവനും നമ്മൾ കാണുന്നുണ്ടല്ലോ. ദാനം കൊടുത്തിട്ട് തൊലഞ്ഞാ പൊളിഞ്ഞ ഒരാളി നമ്മൾ കാണുന്നില്ല. ധർമ്മവും ദാനവും കൊടുത്തവൻ വളരും, ഉയരും, അല്ലേ? മാനകസത്ത് മാലും മിൻ സ്വദഖ,
ധർമ്മം കൊടുത്തിട്ട്, സദക്ക കൊടുത്തിട്ടും സക്കാത്ത് കൊടുത്തിട്ടും ഒരാളുടെ ധനവും കുറഞ്ഞു പോകില്ല. കാരണം അയാൾക്ക് വേണ്ടി ഒരു മലക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, പടച്ചോനെ കൊടുക്കുന്നവനെ ഏറ്റി കൊടുക്കണേ. മറ്റേയാളെന്താ പ്രാർത്ഥിക്കുന്നതിന് അറിയാം, അല്ലാഹു മഅതി മുംസിക്കൻ തലഫ, കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നവനില്ലേ പടച്ചവനെ, അവന് നാശം, അവന് കൊലഞ്ഞു പോകണം അവനെ എന്നും ഒരു മലക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് പടച്ച റബ്ബ് ഒരു മനുഷ്യനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഇത്തരം വിഷയങ്ങളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാം. നമ്മൾ നന്ദി കാണിച്ചാലേ, ഇപ്പൊ ഒരു ഫാഷൻ ഉണ്ട്, ഒരു ട്രെൻഡ് ഉണ്ട്, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ ചില വണ്ടിന്റെ ബാക്കിൽ ഗ്ലാസും എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ ഒരു ആയത്തിന്റെ കഷ്ണം, ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായിക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. അത് നല്ലൊരു സംഗതിയാണ് ആ ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ ഉള്ളിലാണ് വെക്കേണ്ടത് ചിലരൊക്കെ എന്ന് തോന്നും. ഇതിപ്പോ നമുക്ക് വേണ്ടിയിട്ടാ, പുറത്ത് വെച്ച് നിങ്ങൾ വായിച്ചോളിന്നാ. ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും. സൂറ ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ, വഇദ് തഅദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നക്കും. എന്താണ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് അറിയോ? നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കൂടുതൽ തരും. അതാ അത് നമ്മൾ ഒരാൾ സ്വയം പറയേണ്ടത് സ്വന്തം വീട്ടിൽ എഴുതിയേക്കേണ്ട, ഉള്ളിൽ എഴുതിയേക്കേണ്ടതാണ്. അത് പുറത്തേക്ക് എഴുതിച്ച ഒരു ദഅവത്ത് എന്നുള്ളതായിരിക്കും. ജനങ്ങളും കൂടി നന്നായിക്കോട്ടെ വിചാരിച്ചായിരിക്കും, ആയിക്കോട്ടെ കുഴപ്പമില്ല. പക്ഷെ അത് വായിക്കും നമ്മൾ കേട്ടോ. ലഇൻ ശകർതും ലഅസീദന്നക്കും. നിങ്ങൾ നന്നാവുന്നുവെങ്കിൽ, നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ തരും. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. നന്ദിന്റെ ശുക്റിന്റെ നേരെ വിപരീതം പറഞ്ഞത് എന്താണെന്നറിയോ? വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ല, നന്ദികേടാണ് നിങ്ങൾ കാണിക്കുന്നത്. റബ്ബിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് റബ്ബിന്റെ കൽപ്പനകളൊന്നും പാലിക്കാതെ, നിർദ്ദേശങ്ങളൊന്നും പാലിക്കാത്ത നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണെന്ന് ഓർമ്മ വേണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഈ ആയത്തൊക്കെ കാണുമ്പോഴേ, വണ്ടിന്റെ പുറത്ത് കാണുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് ഓർമ്മ വേണം. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്ദി കാണിക്കുക, അല്ലാഹു റബ്ബ് നമുക്ക് വഴികളിലൂടെ തരും. അന്യന്റെ ഹക്ക് നമ്മൾ വീട്ടി ധർമ്മം കൊടുത്ത്, ദാനം കൊടുത്ത്, ഉദാരമായിട്ട് നമ്മൾ ഒരു മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മൾക്ക് വന്നുകൊണ്ടേയിരിക്കും പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെയുണ്ട്. ആ അർത്ഥത്തിലും അല്ലെ, നമുക്കത് വർദ്ധിക്കുകയാണ് വേണ്ടതെങ്കിൽ, അനുഗ്രഹം അല്ലാണ്ടത് വർദ്ധിക്കുകയാണ് വേണ്ടതെങ്കിൽ അതിനും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിനും നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ഹലാല് തിന്നണം, ഹലാല് തീറ്റണം, ഹലാല് മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകണം. അതുകൊണ്ട് സക്കാത്തിനെ കുറിച്ച് കൃത്യമായി കണക്കെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളതുപോലെ ₹1 അധികം കൊടുക്കാൻ നോക്കാം. നബിന്റെ അടുത്ത് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഹദീസിൽ എത്ര ഹദീസുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്യോഗസ്ഥന്മാർ പോയിട്ട് കണക്കെടുത്ത് നിങ്ങൾ ഇതാണ് തരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിൽ കൂടുതൽ തരും ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, കണക്കോലും വാങ്ങാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബി അയാൾ തരേണ്ടത് ഇത്രയും ചെറിയ ഒട്ടക, പക്ഷെ അയാൾ ഒരു വലുത് തരാം, ഞങ്ങൾ വാങ്ങിയില്ല. നബി പറഞ്ഞു, നിങ്ങളത് പോയിട്ട് വാങ്ങും സല്ലല്ലാഹു അലൈഹി. അള്ളാഹു തആല അയാളെ അനുഗ്രഹിക്കട്ടെ. അല്ലെ, ഇങ്ങനെയാണ് ₹1 അധികം അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് പറ്റാതിരിക്കണം. പ്രിയപ്പെട്ടവരെ, വളരെ കരുതലോടുകൂടി നമ്മൾ ഈ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സക്കാത്തിന്റെ കാര്യം, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നമുക്കറിയാലോ. സമ്പത്തുള്ളവർ സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിക്കുക, ദരിദ്രർ കഷ്ടപ്പെടുക, ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. സമ്പത്ത് ഒരു വിഭാഗത്തിന്റെ ഇടയിൽ മാത്രം കറങ്ങാൻ പാടില്ല. അതില്ലാത്തവർക്ക് പല കാരണങ്ങളാൽ, പല സാഹചര്യങ്ങളാൽ അത് ആ അവസ്ഥയിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് ഉള്ളവരിൽ നിന്ന് അത് ഒഴുകണം. അതാണ് ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. സമ്പത്തുള്ളവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുത്ത് അത് പാവങ്ങൾക്ക് കൊടുക്കണം എന്നാണ്. ഖുദ് മിൻ അംവാലിഹിം മിൻ അഗ്നിയാഹിം വതുറദ്ദു ഇലാ ഫുഖറാഇ. സമ്പന്നരിൽ നിന്ന് എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. സക്കാത്തിന്റെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച്, ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രം, അറിയാത്ത കേസല്ലല്ലോ, കാര്യമല്ല. എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സക്കാത്ത് എങ്ങനെയാണല്ലോ നബിയാണല്ലോ സ്ഥാപിച്ച് കാണിച്ചെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി സമ്പത്തിന്റെ കണക്കെടുത്തു, ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു, ആളുകളുടെ എല്ലാ വരുമാനത്തിന്റെയും സമ്പത്ത് ശേഖരിച്ചു. എന്ന് നാട്ടിൽ ഈ പറഞ്ഞ 8 വിഭാഗത്തിൽ ആരാണോ അർഹതപ്പെട്ട ആളുകൾ അവർക്കത് കൊടുത്തു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ളതാണ്, കഷ്ടപ്പാട് ദുരിതം അവസാനിപ്പിക്കാനുള്ളതാണ്, മനുഷ്യരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ്. അങ്ങനെ വേണം.
അല്ലാതെ എല്ലാ കൊല്ലവും 500 രൂപ കൊടുക്കും, എല്ലാ കൊല്ലവും നമ്മളെ വീട്ടിൽ വരും 26-നോ നോമ്പിനോ 500 രൂപ കൊടുക്കും, എല്ലാ കൊല്ലം കൊടുക്കും. അങ്ങനെ കുറെ യാചകന്മാരുണ്ട്, കുറെ തെണ്ടികൾ എന്നവർ പറയും, തെണ്ടികൾ എന്ന് പറയും ചെയ്യും. അങ്ങനെ കൊടുത്തിട്ട് യാചകരെ സൃഷ്ടിക്കാനല്ല, യാചന അവസാനിപ്പിക്കാനാ, ദാരിദ്ര്യം അവസാനിപ്പിക്കാനാ. സക്കാത്ത് വ്യവസ്ഥ നിലവിൽ വന്നാൽ ഒരു സമൂഹത്തിൽ പടിപടിയായി ദാരിദ്ര്യവും കഷ്ടപ്പാടും അവസാനിക്കും. അതാണ് ചരിത്രം നമുക്കറിയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തെ ചരിത്രം അറിയാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നാട്ടിൽ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ അറിയാം. അതിനേക്കാളും വിപുലമായ രൂപത്തിൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അല്ലെ, ഉമർ രണ്ടാമൻ എന്നറിയപ്പെടുന്ന മഹാനായ ഖലീഫ രാജ്യം ഭരിച്ചപ്പോ നാട്ടിൽ എവിടെയും സക്കാത്തിന് അർഹരില്ലാഞ്ഞിട്ട് ആഫ്രിക്കയിലെ മലനിരകളിൽ അടിമകളുണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥരെ നിയമിച്ച ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കും. അതിനാണ് സക്കാത്ത്. അപ്പൊ ദാരിദ്ര്യവും കഷ്ടപ്പാടും ദുരിതം അവസാനിക്കണം. നാട്ടിൽ വീടില്ലാത്ത ആളുകൾ ഉണ്ടാവരുത്, ചികിത്സിക്കാൻ വകയില്ലാത്ത ആളുകൾ ഉണ്ടാവരുത്, അടിസ്ഥാന വിദ്യാഭ്യാസ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവരുത്, അടിസ്ഥാനപരമായി ഒരു തൊഴിലും മാർഗവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരാൾ ഉണ്ടാവരുത്. അയാളെ കൊണ്ട് കൂടുന്നില്ല, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ആകുന്നത്. അയാൾ പലതും ശ്രമിച്ചു, നടക്കുന്നില്ല. അപ്പൊ ആ സപ്പോർട്ടായിട്ട് വരുന്നു. അതെവിടുന്നാ വരുന്ന അറിയാം, അതാണ് സക്കാത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ല്, ശാന്തപുരം മഹല്ല്, ഈ കാര്യത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാതൃക കാണിച്ചിട്ട്, വലിയ മാതൃക കാണിച്ചിട്ടുള്ള ഒരു മഹല്ല്. ഞാൻ സന്തോഷത്തോടെ നിങ്ങളോട് പറയട്ടെ, 2-3 ആഴ്ച മുമ്പ് എന്നെ ഒരാൾ ഫോൺ ചെയ്തു. നമ്മുടെ മലപ്പുറം ജില്ലയുടെ കുറച്ചപ്പുറത്തുനിന്ന് ഒരു പ്രദേശത്തുനിന്ന് ഒരാള് എന്റെ നമ്പർ സംഘടിപ്പിച്ചിട്ട് എന്നെ വിളിക്കുന്നു. എന്താണെന്നറിയും, ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങള് ഒരു സക്കാത്ത് സംഘടിത പരിപാടി മെല്ലെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്, മെല്ലെ മെല്ലെ കൊണ്ടുവരാനാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദമായിട്ട് പഠിക്കും, ഇതിന്റെ രൂപം, ഇതിന്റെ ഫലങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. അപ്പൊ അതിന് ശാന്തപുരം മഹല്ലിലൊന്ന് വരണം, ഞങ്ങളൊരു സംഘം വരുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ. അപ്പൊ നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കാം. അവര് വരികയും നമ്മുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സംഘം വന്ന് അവിടെ തിരിച്ചു പോവുകയും ചെയ്യും. ചെറിയൊരു കാര്യമല്ല. എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഇതൊരുപാട് കാലമായിട്ട് അതിന് കുറ്റം കാണാവുന്നവർക്ക് അത് കുറ്റമൊക്കെ കാണാം, അല്ലേ, എന്തിലുണ്ടാവും. പക്ഷേ അൽഹംദുലില്ലാഹ് ശാന്തപുരത്ത് നമ്മൾ ഈ മഹല്ലിൽ സക്കാത്ത് പറഞ്ഞാൽ എന്താ, അതെന്തിനാ, അതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്, ഇത് മഹത്തായ അതിന്റെ ഒരു രൂപം, ഒരു മാതൃക, പരമാവധി നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് അതിന്റെ ഒരു പരമാവധി ഇവിടെ രൂപം, മാതൃക അവിടെ കാണിക്കാൻ നമ്മൾ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മഹല്ലിൽ 4 കോൺക്രീറ്റ് വീടുകൾ ഉയർന്നുകൊണ്ടിരിക്കുക ഒരേ സമയം. അതിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അല്ലെ. 4 വാർഡിലും, നമുക്ക് 4 വാർഡല്ലേ, 4 വാർഡിലും 4 വീടാണ്. അതിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും ഓരോ വർഷവും. ഇനിയിപ്പോ അതിപ്പോ 2026 ഇനി നമ്മൾ പുതിയ 4 വീട്, അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് വരുന്നതിനനുസരിച്ച് നമ്മൾ അതിലും അതിന്റെ വിപുലമായ രൂപങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കും. 1000 രൂപ ഓരോ ആളുകളുടെ വീട്ടിൽ നമ്മൾ എല്ലാ മാസം എത്തിച്ചു കൊടുക്കുന്നത് അർഹതപ്പെട്ട ആളുകൾക്ക് പെൻഷനാണ്. നമ്മുടെ സക്കാത്ത് ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി നമ്മൾ നീക്കിവെക്കും, ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ നീക്കി, നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാം. ഇതിനാ സക്കാത്ത്. അല്ലാതെ കുറെ പാവങ്ങളെ യാചകരെങ്ങനെ നിരന്തരം അല്ല. സക്കാത്തിന്റെ ഉദ്ദേശം ഇതാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ മഹലിൽ സക്കാത്ത് വ്യവസ്ഥ വളരെ മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനവുമായി തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ സഹകരിക്കണം പരമാവധി. അല്ല ഞങ്ങൾക്ക് അവിടെ കൊടുക്കാണ്ട് അല്ല. സക്കാത്തിന്റെ ശരിയായ ഉദ്ദേശം എന്താ? ഇനി നമുക്ക് നമ്മുടെ മഹലിൽപ്പെട്ട അങ്ങനത്തെ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മിറ്റിയിൽ ഏൽപ്പിച്ചിട്ട് കമ്മിറ്റിയോട് നിങ്ങൾ പറയൂ, ഇന്നൊരാളുണ്ട് നമുക്ക് സക്കാത്ത് കൊടുത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്, സക്കാത്ത് കമ്മിറ്റി പരിഗണിക്കേണ്ട ഒരാളുണ്ട് എന്ന് പറഞ്ഞാൽ അത് പരിഗണിക്കാവുന്നതാണ്. അപ്പൊ ഈ സംവിധാനത്തെ മനോഹരമായിട്ട് നിർത്തി ഇതിന്റെ എല്ലാ നല്ല ഫലങ്ങളും കൂടുതൽ നല്ല രൂപത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാവണം. വിഷയത്തെ ഗൗരവത്തിലെടുക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമദാനിലേക്ക് വളരെ അടുത്തു. ഇനി 10-12 ദിവസം മാത്രം. അല്ലാഹു തആല ഈ ശഅബാനിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ അനുഗ്രഹിക്കട്ടെ. റമദാനിലേക്ക് നമ്മളെയൊക്കെ എത്തിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകളും പോരായ്മകളും നാഥൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഇരു ലോകത്തും നമ്മളെ വിജയിപ്പിക്കട്ടെ. ഹലാലായ ആഹാരം കഴിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകട്ടെ. ഹറാമുകളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ തിന്നുകയും നമ്മൾ തീറ്റുകയും ചെയ്യുന്നത് പൂർണ്ണമായും ഹലാൽ. ഹറാമിൽ നിന്ന് റബ്ബ് പടച്ച റബ്ബ് തമ്പുരാനായ നാഥ, റബ്ബ് സുബ്ഹാനഹു വ തആലയായ തമ്പുരാനെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബെ. ഹറാമുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുക റബ്ബെ. ഹലാലായ മാർഗത്തിൽ തിന്നാനും തീറ്റാനും ജീവിക്കാനും ഉടുക്കാനും നടക്കാനും ഹലാലിലൂടെ ജീവിച്ച ഹലാല ആ രൂപത്തിൽ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായിട്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റബ്ബെ. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികൾക്ക് ആശ്വാസവും ശിഫയും നൽകണേ തമ്പുരാൻ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ നാഥ.
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഞങ്ങളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.